ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഭാഷാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള രണ്ട് പേരുള്ളൂ. ഒന്ന് ഇന്നസെന്റ്, ഒന്ന് മാമുക്കോയ. മാമുക്കോയ കോഴിക്കോടിന്റെ ഭാഷ പറയുമ്പോൾ ഇന്നസെന്റ് തൃശ്ശൂരിന്റെ ഭാഷ പറയുന്നു. ഇവർ ഏതു തരം കഥാപാത്രമായിട്ട് വന്നാലും, ഇവരിപ്പം നമ്പൂരി ആയാലും നായരായാലും നസ്രാണി ആയാലും, ഇവരുടെ ഭാഷ ഒന്നുകിൽ തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട്. ഈ ഭാഷ വിട്ട് അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പക്ഷേ മലയാളി പ്രേക്ഷകർ അവരുടെ ഭാഷയോട് കൂടി തന്നെ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്നസെന്റ് ഇപ്പോൾ തിരുവനന്തപുരംകാരനായിട്ട് അഭിനയിക്കുകയും പോലും പുള്ളി തൃശ്ശൂർ ഭാഷയെ സംസാരിക്കും. മാമുക്കോയോ തൃശ്ശൂരുകാരനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ പോലും പുള്ളി കോഴിക്കോട് ഭാഷ പറയും. പക്ഷെ ഇതൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യില്ല. അവരുടെ പെർഫോമൻസിൽ നമ്മൾ ആ ഭാഷകളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഈ രണ്ടു പേർക്കും വലിയൊരു സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊന്നും ഈ ഭാഷാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അവര് പറയുന്ന കഥാപാത്രം, പറയുന്ന ദേശം, കഥാപാത്രം സംസാരിക്കുന്ന ഭാഷയുടെ മീറ്റർ, ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അവരൊക്കെ അഭിനയിക്കുന്നത്. പക്ഷെ ഇന്നസെന്റ്, മാമുക്കോയ ഈ രണ്ടുപേർക്കും നമ്മൾ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ കാരണം, നമ്മുടെ പുതിയ താരോദയമായിട്ടുള്ള നസ്രിൻ, പുള്ളി തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ കടന്നു വരുന്നു. പുള്ളിയുടെ ഒരു ശൈലിയുണ്ട്, ഭാഷാ ശൈലി. അതിലതൊരു ഹ്യൂമർ ഉണ്ട്. ഒരു ചാവക്കാട്, ഒരു തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷ. ആ ഭാഷയിൽ നർമ്മം ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ തുടക്ക സിനിമയിൽ പുള്ളിയുടെ സംഭാഷണം നമുക്ക് ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ സിനിമ സൂപ്പർ ശരണ്യയിലും ആ രീതിയിലുള്ള സംഭാഷണങ്ങൾ, ആ രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കും, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി പ്രേമല് പോലുള്ള സിനിമകളിൽ ഭാഷയ്ക്ക് മാറ്റമില്ല, സിനിമ വലിയ ഹിറ്റാകുന്നു. അങ്ങനെ വലിയൊരു താരോദയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുള്ളിയുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ വന്നു. മറ്റു സിനിമകളിലൊക്കെ നമ്മള് ഭാഷ ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ പോലും ആലപ്പുഴ ജിംഖാന പോലുള്ള സിനിമകളിൽ വരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ ആ ദേശത്തെ കൂടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ എന്ന് പറയുന്ന ആ സ്ഥലത്തെ കൂടെ അഡ്രസ് ചെയ്താണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള കുട്ടികളാണ്, അവിടെയുള്ളവർ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നു, ബോക്സിംഗ് ചാമ്പ്യൻ വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ ഭാഷ അല്ലെ അവിടെ സംസാരിക്കുന്ന രീതി ഫോളോ ചെയ്യാൻ നസ്രിൻ മുതിർന്നില്ല. കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള ഭാഷകൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ മടുക്കാൻ തുടങ്ങും. അപ്പൊ നസ്രിൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഷയിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരുപാട് ദോഷകരമായിട്ട് ഭാവിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നസ്രിനെ സംബന്ധിച്ചോളം പുള്ളി ആക്ടിങ് കുറച്ചും കൂടെ പഠിക്കാറുണ്ട്. പുള്ളിയുടെ ആക്ടിങ്ങില് പുള്ളി ചെയ്തു വെച്ച രീതികൾ തന്നെ ഫോളോ ചെയ്യുന്നതല്ലാണ്ട് പുള്ളിക്കൊരു പുതുമയില്ല പുള്ളിയുടെ അഭിനയത്തിലൂടെ. പക്ഷെ പുള്ളി കിട്ടുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഒരു പുതുമയില്ല. കണ്ട് ശീലിച്ചതും അല്ലെങ്കിൽ കണ്ട് നമുക്ക് ഇനി വേണ്ട, ക്രിഞ്ചായി തുടങ്ങിയെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്താം. അതുകൂട്ടൊരു ആക്ടിങ് ആയിട്ടാണ് ഇപ്പൊ നസ്രിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നസ്രിന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ വേറെ പടങ്ങളിലൊക്കെ നല്ല പെർഫോം ചെയ്യുമ്പോൾ നസ്രിൻ ഒരേ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കാൻ പാടില്ല. 10-25 വയസ്സായി. അപ്പൊ നമ്മുടെ പഴയകാല നടന്മാരൊക്കെ 25-26 വയസ്സായപ്പോൾ വലിയ സൂപ്പർ സ്റ്റാറുകളായ കഥകൾ നമുക്കറിയാം. പക്ഷെ ആ റേഞ്ചിലേക്കൊന്നും ഈ പ്രായത്തിലവർക്ക് എത്താൻ പറ്റുന്നില്ല. ഉദാഹരണം ഇപ്പൊ ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ നസ്രിനൊക്കെ ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. മമ്മൂക്ക മലയാള സിനിമയിൽ അല്ലെങ്കിൽ കേരളത്തിലെ തൃശ്ശൂർ ലാംഗ്വേജ് തൃശ്ശൂരക്കാരും നന്നായിട്ട് സംസാരിച്ചതാണ് മമ്മൂക്ക പ്രാഞ്ചിയായിട്ടുള്ളത്. അത്ര പെർഫെക്റ്റോടുകൂടി പുള്ളി ലാംഗ്വേജ് പഠിക്കുകയും അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യുകയും ആ രീതിയിൽ പുള്ളി അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ മമ്മൂക്ക ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പുള്ളി തൃശ്ശൂരുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ സ്ലാങ് പറഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ അവർ ആ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ ബോഡി ബിൽഡപ്പ് ചെയ്ത് കുറച്ച് സിക്സ് പാക്ക് അടിക്കുന്നത് മാത്രമാണ് നസ്രിൻ ആലപ്പുഴ ജിംഖാനയിൽ മെനക്കെട്ടുള്ളൂ. പക്ഷെ അതും സിനിമയിൽ വലിയ കാര്യമില്ലാണ്ടായി പോയി. ലാംഗ്വേജിലും ആ ആൾക്കാരുടെ ജീവിത രീതിയൊന്നും മനസ്സിലാക്കാൻ പുള്ളി ശ്രമിച്ചില്ല. അത് ഈ ന്യൂജൻ ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്. ഒബ്സർവേഷൻ സ്കില്ല് കുറവായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നസ്രിൻ എന്ന് പറയുന്ന ആക്ടർ തന്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തനിക്ക് ലോങ് ടൈമില് മലയാള സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, തന്റെ ബോഡി ലാംഗ്വേജിൽ, തന്റെ അഭിനയ രീതികളിൽ, തന്റെ ലാംഗ്വേജിൽ കഥാപാത്രം എന്ത് ആവശ്യപ്പെടുന്നു അത് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് അഭിനയിക്കുന്ന ലെവലിലേക്ക് നസ്രിൻ എത്തിപ്പെട്ട കുറച്ച് നാളുടെ നസ്രിൻ നിലനിൽക്കാൻ പറ്റും. കാരണം ലക്കിൽ എത്തിപ്പെട്ടതാണ് നസ്രിനൊക്കെ. പിന്നെ എന്തൊക്കെയോ തമാശകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പടങ്ങൾ വന്നു. ചില പടങ്ങളൊക്കെ വലിയ ഹിറ്റുകളായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസുണ്ട്. നമ്മളിപ്പോൾ സിനിമയിൽ സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര കഴിവുള്ളവരാണ് ചിന്തിക്കരുത്. കാരണം നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാർ അവസരങ്ങൾ കിട്ടാണ്ട് പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയത് നമ്മുടെ ലെക്കാണെന്നും നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും മനസ്സിലാക്കി നിന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഞാനൊരു ഭയങ്കര സംഭവമാണെന്നും എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നിൽക്കണം ചിന്തിക്കരുത്. അപ്പോൾ ഇനി വരുന്ന സിനിമകളിലെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നസ്രിൻ നല്ലതാണ്. അപ്പൊ നസ്രിന്റെ അഭിനയത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നസ്രിന്റെ രീതികളും കണ്ടപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ആലപ്പുഴ ജിംഖാനകൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ നസ്രിൻ വരുത്തണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയോണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വന്നേരെ. ബൈ.